ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ ഗോവിന്ദ് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക. ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. തല പെരുത്തിരിക്കുമ്പോൾ ഒന്ന് ദേഷ്യപ്പെടാനായിട്ട് ഒന്ന് ചീത്ത വിളിക്കാൻ പോലും ആരും ഇല്ലല്ലോ അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാധവൻ നായരുടെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞിങ്ങനെ നിന്നില്ല. അതാ വരുന്നു നമ്മുടെ കിഷോർ. അച്ഛന് നന്ദി പറഞ്ഞു. കറക്റ്റ് സമയത്തിന് പറ്റിയ ആളെ തന്നെ അച്ഛൻ മുന്നിൽ കൊണ്ടുവന്ന എൻ്റെ പൊന്നച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വാന്നും പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ ഗോവിന്ദ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിഷോർ വന്നു. ഗീതാഞ്ജലി മേഡം ഒരു പ്രോജക്റ്റ് നോർത്തോടാ അങ്ങോട്ട്. ഗീതാഞ്ജലി മാഡോ എന്നു മുതലാണ് നിനക്ക് ഗീതുമെന്ന് നിനക്ക് ഗീതാഞ്ജലി മാഡമായത് എന്നൊക്കെ ചോദിച്ചപ്പം സാർ അത് ഇതിന് മറുപടി തന്നിട്ട് നീ ബാക്കി കാര്യം പറഞ്ഞാൽ മതി. അത് ഗീതാഞ്ജലി മാഡം ആണല്ലോ ഇപ്പം എൻ്റെ ബോസ്. നേരത്തെയോ? എല്ലാം അറിയുന്ന സാറ് തന്നെ ഇങ്ങനെ ചോദിച്ചാലോ? എല്ലാം അറിയുന്ന നിനക്കിവിടെ സ്റ്റാഫായിട്ട് വരാമെങ്കിൽ എൻ്റെ ചോദ്യത്തിനാണോ നിനക്ക് കുഴപ്പം? സോറി സാർ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനോ വേണ്ടി ഒന്നും വന്നതല്ല ഞാനിപ്പോൾ ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. അതിനനുസരിച്ച് മാത്രമേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ. ഗീതാഞ്ജലി മാഡം എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. ആ ഒരു റിലേഷൻ മാത്രമേ ഞങ്ങൾ തമ്മിലുണ്ടാവുള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കിഷോർ പറഞ്ഞു, കിഷോറിനോട് ഗോവിന്ദ് പറഞ്ഞു, ആ ഒരു ചിന്ത എപ്പോഴും വേണം. ബാക്കി പറ. മാഡം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, അത് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് നീട്ടിക്കൊടുക്കുക. ആര് പറഞ്ഞു? ഗീതാഞ്ജലി മാഡം. എന്നിട്ട് എൻ്റെ കയ്യിലാണോ അവിടെ തരുന്നത്? അവൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാണെങ്കിൽ അവളുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്, അവളെ ഏൽപ്പിക്കേണ്ടത്. മനസ്സിലായോ? അത് സാർ മാഡം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കാര്യം പറയണം. അല്ലാതെ ഞാൻ പറയാത്ത കാര്യം എൻ്റെ മുമ്പിലേക്ക് അല്ല എഴുന്നള്ളിക്കേണ്ടത്. മനസ്സിലായോടാ എന്നും പറഞ്ഞു ആ ഫയലോ ഒരൊറ്റയേറെ അതിനകത്തുള്ള പേപ്പറൊക്കെ നമ്മുടെ കിഷോറിൻ്റെ മുന്നിലൂടെ ചിന്നിച്ചെതറി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. താൻ എത്ര നേരം കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണെന്ന് ഓർത്തിട്ടായിരിക്കും കിഷോർ അതിലേക്ക് ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ടൊന്നും വേണ്ടില്ല, പതുക്കെ അത് വാരിയെടുക്കുക. നിൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാടാ? ഗീതു. ഗീതുവോ? സോറി, ഗീതാഞ്ജലി മാഡം. ഇനി മേലിൽ അവൾക്ക് കൊടുക്കേണ്ടതുമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്ന പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പം മാഡം ഇന്ന് വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. വരുമോ എന്ന് വിളിച്ച് ചോദിക്കണം. എന്താ, നമ്പർ അറിയത്തില്ലേ? ഫോൺ നമ്പർ അറിയത്തില്ലേ? നീയല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നത്? അവൾക്ക് പഴയ നമ്പർ തന്നെയാണ്. ആ നമ്പർ നിനക്ക് കാണാപ്പാടമല്ലേ? അപ്പോഴേക്ക് പ്ലീസ് സാർ, ശവത്തിൽ കുത്തരുത് സാർ. നീ ശവമായിട്ടില്ലടാ, അതുകൊണ്ടാണ് കുത്തി 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 ഞാൻ വേദനിക്കുന്നത്. ഒരു വേദന ഇല്ലാതെ ആയാൽ നീ വിചാരിച്ചോണം നീ ശവമായിന്ന്. നിനക്ക് അഭിമാനം കുറച്ചെങ്കിലും നിനക്ക് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നീ ജോലിക്ക് വരാതെ നീ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവില്ലായിരുന്നോടാ? നാണമില്ലടാ നിനക്ക് അതിനുള്ള തൻ്റെ ഇടം പോലും ഇല്ലാണ്ടായിപ്പോയില്ലോടാ. കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും തീരുമാനിച്ചതാണ്, ലോക്കപ്പിൽ കെട്ടിത്തൂങ്ങി മരിച്ച സാറിൻ്റെ അച്ഛനെ പോലെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന്. നാറി, എൻ്റെ അച്ഛനെ ഉപമിക്കുന്നോ? തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജയിലിലായ നിൻ്റെ അവസ്ഥയോട് എൻ്റെ അച്ഛനെ ചേർത്ത് വയ്ക്കുന്നോ? മറ്റുള്ളവരുടെ ചതിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന എൻ്റെ അച്ഛൻ എത്ര ഉയരത്ത് നിൽക്കുന്നു? ആരെയും ഒറ്റ കൊടുത്തും ചതിച്ചും പണം ഉണ്ടാക്കാൻ ജീവിക്കുന്ന നീ എവിടെ കിടക്കുന്നോ? എന്നും പറഞ്ഞിട്ട് ഇവനെ പിടിച്ചിട്ട് കുത്തുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, തള്ളുന്നു. നമ്മുടെ ഗോവിന്ദ് കലി മൊത്തം തീർക്കുക. നീ ഒരിക്കലല്ലേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ? ഇനി ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ നിമിഷവും നീ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കിയോ, ആത്മഹത്യ ചെയ്യണമെന്ന് നിനക്ക് തോന്നും. നാണം കിട്ടും, അപമാനിക്കപ്പെട്ടും ഇവിടെ കഴിയുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് നീ ഉറപ്പിക്കും. നോക്കിക്കോടാ, ഞാനായിട്ട് നിന്നെ ഒന്നും ചെയ്യില്ല, പക്ഷേ ഗീതുവിൻ്റെ പ്രതികാരം മനസ്സിന് മുന്നിൽ നീ വെണ്ണീറാകും. മരിക്കാനുള്ള തൻ്റെ ഇടത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, അത്രയും നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അവസാനം കിഷോർ തലയും കുനിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഗോവിന്ദിന് എന്തായാലും സമാധാനമായി കേട്ടോ. ദീർഘനിശ്വാസത്തോടെ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അവനിട്ട് രണ്ടെണ്ണം കൊടുത്ത് നാലെണ്ണം പറഞ്ഞപ്പം എന്തൊരു സമാധാനമാണെന്നറിയാവോ? എന്തായാലും നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഇതേ സമയം നമ്മുടെ വിലാസിനിയും ഭദ്രനും കൂടിയിട്ട് രാധികാമ്മയെ വിളിക്കുകയാണ്. അവിടെ ഗീത് വീട്ടിൽ ചെന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കുകയാണ്. ഹലോ, ഞങ്ങളുടെ ഒരു വഴിപാട് കഴിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്നിരുന്നു. ഫോൺ കാറിലിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കോള് കണ്ടത്.
എന്നെ ചതിച്ചിട്ട് എവിടെ വഴിപാട് നടത്താൻ പോയതായിരുന്നോടോ? എവിടെ വഴിപാട് നടത്താൻ? അരക്കൽ. അപ്പോൾ വിലാസിനി പറഞ്ഞു, അറക്കൽ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പുഷ്പാഞ്ജലി നടത്താൻ വേണ്ടി പോയതാ. ഫോൺ ഭദ്രന് കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭദ്രൻ ഓം ശാന്തി ഒക്കെ വെച്ചുകൊണ്ടിരിക്കുക. നിർത്തടാ, എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ച് ഗീതുവിൻ്റെ ഒപ്പ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നീ തന്നെ ഒപ്പിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്തൊക്കെയാ രാധികാമ്മ ഈ പറയുന്നേ? ഗീതുവിൻ്റെ ഏതൊപ്പ്? എവിടെ നിന്ന് തന്ന 50 ലക്ഷം? രാധികാമ്മയുടെ സമനില തെറ്റിയോ? ദേ ഭദ്ര, എൻ്റെ അടുത്ത് നിൻ്റെ വിളച്ചിലെടുക്കരുത് കേട്ടല്ലോ. എൻ്റെ 50 ലക്ഷം ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചിരിക്കണം. എൻ്റെ പൊന്നെ, എന്ത് 50 ലക്ഷം? 50 ലക്ഷമോ? കിട്ടാത്ത 50 ലക്ഷം ഞാൻ എവിടെ നിന്ന് തരും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാടാ. അതിന് അജാസിനെ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭദ്രനൊന്ന് പേടിക്കുന്നുണ്ട്. ഭദ്രൻ വിലാസിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. പണം അയാളുടെ കയ്യിൽ കൊടുത്ത് വിട്ടില്ല എങ്കിൽ നിന്നെ അവനും കൂടെ കൊണ്ടുവരും. പിന്നെ നീ പുറലോകം കാണില്ല, നോക്കിക്കോ. നമ്മുടെ ഭദ്രൻ പേടിച്ചരണ്ട ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. പുറത്ത് ബോഡി ഗാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. എന്തായാലും ഈ രാധികാമ്മയുടെ കോളും കേട്ടുകൊണ്ട് നമ്മുടെ ഗീതാഞ്ജലി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ രാധിക ഇതൊന്നും കാണുന്നില്ല. വിലാസിനി പറഞ്ഞു, വിലാസിനി, അതെ, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. അപ്പോഴേക്കും വിലാസിനി, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം ഇട്ടതിൻ്റെ തെളിവുണ്ട്. ആ പണം വാങ്ങി ഗീതുവിൻ്റെ ഒപ്പിട്ട് കോടതിയെ ചതിച്ചത് നിങ്ങളാണെന്ന് ഞാൻ പോലീസിനെ അറിയിക്കും, നോക്കിക്കോ. പിന്നെ നിങ്ങൾ 2 പേരും ജയിലിലാണ്. അപ്പോഴേക്കും വിലാസിനി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അതെ, അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ രാധികാമേ. ഞങ്ങളുടെ മോളുടെ ഭാവി നശിപ്പിക്കാൻ ഞങ്ങൾ കൂട്ട് നിൽക്കില്ല എന്ന് ഏത് കോടതിയിൽ നിങ്ങൾ പോയി പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഞങ്ങൾ കൂട്ട് നിൽക്കില്ല. പിന്നെ കാശിൻ്റെ കാര്യം, ഗീതുവിൻ്റെ പേരിൽ കള്ളയൊപ്പിട്ടത് നിങ്ങളാണ്. എന്നിട്ട് ഞങ്ങളുടെ തലയിൽ അത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടൂല്ലേ? നടക്കില്ല രാധികാമേ, നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി എന്തിനും ഏതിനും ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് വന്നാലുണ്ടല്ലോ, വിവരം അറിയും, വിവരം. ആഹാ, അത്രയ്ക്കായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ദേ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ? ആഹാ, നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന പോലീസിനോടും നിങ്ങൾ ഇത് തന്നെ ഒന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ അവർ സത്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോഴേക്കും വിലാസിനെ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും രാധികാമ്മ ദേഷ്യം വന്ന് കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദാ നിൽക്കണു അവിടെ ഗീതു ഇവരുടെ കരിയിലേക്ക് വരിക. അപ്പോൾ എൻ്റെ പേരിൽ കോടതിയിൽ വ്യാജരേഖ ഉണ്ടാക്കിയത് ആരാണെന്നുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കും. അപ്പോഴേക്കും രാധിക ചോദിച്ചു, ആരെയാ കസ്റ്റഡി എടുക്കുന്നത് നിനക്ക് അറിയണോ? ഇപ്പം തന്നെ ഞാൻ പറയാം. നിൻ്റെ അച്ഛനെയും അമ്മയെയും കള്ളയൊപ്പിട്ടതേ അവരാണ്. അവർ ജയിലിൽ ഗോതമ്പിൻ്റെ തന്നെ കുറച്ച് നാൾ നിങ്ങൾക്ക് കിടക്കാം. അപ്പോഴേക്കും അവർക്ക് കിടക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങോട്ട് ചിരിക്കുക കേട്ടോ. കണ്ണേട്ടൻ്റെ പ്രിയപ്പെട്ട രണ്ടാനമ്മയായ എൻ്റെ അമ്മായിയമ്മ ഭയങ്കര വില്ലത്തിയാണെന്നാണ് ഞാൻ കരുതിയത്. അയ്യയ്യയ്യേ, ഇപ്പോഴല്ലേ മനസ്സിലായത് വെറും മണ്ടിയാന്ന്, വെറും ഓലപ്പാമ്പാന്ന്. അപ്പോഴേക്കും രാധിക പറഞ്ഞു, യഥാർത്ഥ മണ്ടനെയും മണ്ടിയും കാണണമെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് പോയി നോക്കടി. നിനക്ക് ജന്മം നൽകിയത് വരെ തന്നെ നിൻ്റെ താലി ഇറക്കാനും നോക്കിയിട്ടുണ്ടോ? നോക്കിക്കോ. അത്ര വിവരക്കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോഴേക്ക് രാധിക പറഞ്ഞു, അവരാണ് കള്ളയൊപ്പിട്ടതിന് എന്താ തെളിവ്? നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ രാധികാമ്മ കുടുങ്ങില്ലേ? എന്നെ കൊടുക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ലടി എന്ന് രാധിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീത പറഞ്ഞു, ഉണ്ടല്ലോ, ആ അതിബുദ്ധി നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. കള്ളവപ്പിട്ടത് രാധികാമ്മ നിർബന്ധിച്ചിട്ടാണ് എന്നും ഈ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്നും അവർ പോലീസിനോട് ചെന്ന് പറയും. അതിനെന്ത് തെളിവാടിയുള്ളതാ? എന്ത് തെളിവ്? ഭീഷണി വലിക്കാതായപ്പോൾ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചു എന്നാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാകും? അത് എറിക്കത്തില്ലേ? 50 ലക്ഷം തെളിവുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വിവരക്കേട് കാണിച്ചു എന്ന്. രാധികാമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചത്? പ്രലോഭിപ്പിക്കാനല്ലേ? പ്രലോഭനത്തിൽ വീഴിക്കാൻ എൻ്റെ മാതാപിതാക്കളെ ബോധപൂർവം ശ്രമിച്ച രാധികാമ്മയാകും അവസാനം പ്രതി. രാധികാമ്മയെ പേടിച്ച് അതിന് കൂട്ടുനിന്ന് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ മാപ്പുസാക്ഷിയാക്കും. എൻ്റെ രാധികാമ്മ അറക്കല്ലേ റാണി, ജയിലിൽ കിടക്കേണ്ടി വരുവേ എന്നും പറഞ്ഞ് ഗീതു കളിയാക്കാണ് കേട്ടോ. രാധികാമ്മ കണ്ണും തള്ളിയിങ്ങനെ നിൽക്കുക. പിന്നെ ജയിലിൽ ഗോതമ്പുണ്ടൊന്നും അല്ല, നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണക്രമമാണ്. നല്ല പോഷകസമൃദ്ധം. കുറച്ച് നേരം പോയി കിടന്നാൽ ഒന്ന് സ്ലിമ്മാകാം. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്, പട്ടു സാരിയോ ഫാൻസി സാരിയോ പറ്റില്ല,
മേക്കപ്പ് ഇട്ട് നടക്കാനും പറ്റില്ല, കമ്മലും മാലയും വളയൊക്കെ ഊരി വയ്ക്കും, അതൊന്നും പറ്റില്ല. ആകെ വേഷത്തിലൊരു ശോകമായിരിക്കും, ശോകം എന്നൊക്കെ പറഞ്ഞ് ഗീതു. കൃത്യമായ ഭക്ഷണം, ഉറക്കം, എക്സസൈസ്, പിന്നെ അവിടെയുള്ള നല്ല ജോലികൾ, അങ്ങനെ സുഖജീവിതമായിരിക്കും. എൻ്റെ ഭഗവാനെ, ഈ രാധികാമ്മയുടെ ഒരു ഭാഗ്യമേ, ഇതൊന്നൊന്നര ഭാഗ്യാട്ടോ. എന്തായാലും ഗീതു ഈ പറയുന്നതൊക്കെ ചെയ്യുന്ന രാധികാമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. ഞെട്ടിത്തരിച്ച് ആ കണ്ണും പുറത്തിയാടി പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക. ഈ രാധികാമ്മയുടെ നിപ്പ് കണ്ട് ഗീതു ആണ് ചിരിയോട് ചിരിയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗീതു ഒരു പെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ഗീതുവിന് ഒരു കോള് വരുന്നത്. ഷിഫ്റ്റ് ചെയ്യാനാണ് പെട്ടിയൊക്കെ ആയിട്ടോ റെഡിയാക്കുന്നത്. ഗോവിന്ദൻ്റെ റൂമിലേക്ക് പോകണ്ടേ? കോള് വരികയാണ്. അവർണികയാണ് കേട്ടോ വിളിക്കുന്നത്. ഹലോ, ഗീതാഞ്ജലി തിരക്കിലാണോ എന്ന് അവർണി ഇങ്ങനെ ചോദിക്കുകയാണ്. കിഷോർ തൊട്ടരികിൽ തന്നെ ഉണ്ട്, അവർണികയുടെ അരികിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗീത പറഞ്ഞു, ഇല്ല, ഗീതാഞ്ജലി ആവശ്യപ്പെട്ടതുപോലെ തന്നെ കിച്ചു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയായിരുന്നു. അല്ല, എന്നിട്ടത് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ അവർണിക പറഞ്ഞു, അതേക്കുറിച്ച് പറയാനും കൂടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഗോവിന്ദ് സാറിനെ ഏൽപ്പിച്ചപ്പോൾ കിച്ചിനോട് സാറ് ദേഷ്യപ്പെട്ടു. ഗോവിന്ദേട്ടൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളല്ലല്ലോ, പാവമാണല്ലോ. എത്ര സ്നേഹത്തോടെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായാൽ പോലും സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് തെറ്റെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുക ചെയ്യാറ്. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗീതാഞ്ജലി ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ടേബിളിലേക്ക് എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാണ് ദേഷ്യപ്പെട്ടത്. കിച്ചു അതിൻ്റെ ടെൻഷനിലിരിക്കുകയാണ് എന്ന് പറയാണ്. കിച്ചു, നമ്മുടെ കിഷോർ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഗോവിന്ദ് സാർ അങ്ങനെ പ്രതികരിക്കുന്ന കിച്ചു തീരെ പ്രതീക്ഷിച്ചില്ല. ഓഹോ, ഇതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ അവരുടെ ഹസ്ബൻഡിനെ നിലനിർത്താൻ പറ്റും? തുടക്കക്കാരനെന്ന നിലയിൽ കിച്ചു ഇനിയും നന്നാവാനുണ്ട്, കിച്ചുവിന് ഇനിയും പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടല്ല വഴക്ക് പറഞ്ഞത്, ഇതിന് മാത്രം പറയാനുണ്ട്. അതൊന്നും പ്രശ്നമൊന്നും ആക്കണ്ട. സാരമില്ലെന്നേ, സാമ്പിളാന്ന് കരുതിയാൽ മാത്രം മതി. അതൊന്നും കാര്യമാക്കാൻ നിൽക്കരുത്. നന്നാകാൻ വേണ്ടിയിട്ട് ഇനിയും പലതും സഹിക്കേണ്ടി വരും. അന്നേരമൊക്കെ ഇതുപോലെ ഡെസ്പായാലോ? അപ്പോഴേക്കും അവൻ്റെ പറഞ്ഞു, ഞാനും അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചുവിനെ നിയന്ത്രിക്കാനും വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഗോവിന്ദ് സാറിനും ഗീതാഞ്ജലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്പീക്കറിലാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കിഷോർ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കിഷോറിനോട് പറയാനായിട്ട് ഗീതു പറഞ്ഞു, അത് തൻ്റെ കിച്ചുവിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യുക, ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്കൊന്ന് അയച്ചേരേ, ഞാനൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് കിച്ചുവിന് ഞാൻ നേരിട്ട് കണ്ടോളാം. ഇതൊക്കെ കേട്ടുകൊണ്ട് കിഷോർ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ കിച്ചു. പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സോഫ്റ്റ് കോപ്പി ഉടനെ തന്നെ ഗീതാഞ്ജലിക്ക് അയക്കണം. അതിനെക്കുറിച്ച് അവൾക്ക് എന്തറിയാം? ഒരു ബിസിനസ്സുകാരനെ വല വീശി പിടിച്ച് ഒരു കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നതല്ലാതെ ചുക്കിനും ചുണ്ണാമ്പിനും അവളെ കൊണ്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർന്ന് ചോദിച്ചു, കിഷോർ, നീ എത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത്? അവളോ? കമ്പനിയിൽ കിഷോറിൻ്റെ ബോസാണ് ഗീതാഞ്ജലി. അവരെയാണോ റെസ്പെക്റ്റ് ഇല്ലാതെ ഇവള് എന്നൊക്കെ പറയുന്നത്? ഞാൻ അവളെ എൻ്റെ ബോസായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണ് നിനക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവരെ നീ അംഗീകരിക്കാത്തത്? പണം കൊണ്ടും പദവി കൊണ്ടും ആണുങ്ങൾ മുകളിലായിരിക്കണം എന്ന കൺസെപ്റ്റൊക്കെ മാറി കഴിവും കാലിബറും ഉള്ളവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. അപ്പോഴേക്കും ഗീതാഞ്ജലിക്ക് എന്ത് കഴിവുണ്ടെന്നാണ് വർണ്ണിക മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ത് കഴിവുണ്ട് ഗീതാഞ്ജലിക്ക്? സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡാണ് AGM. അതിൻ്റെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് വലവീശി പിടിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് ഇരുത്താൻ മാത്രം മണ്ടനൊന്നും അല്ല ഗോവിന്ദ് മാധവ്. അതറിയാവോ? അവരത്രയ്ക്കും ബ്രില്യൻറ്റ് ലേഡിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഗീതാഞ്ജലി അവിടെ ആ സ്ഥാപനത്തിലിരിക്കുന്നത്. അപ്പോൾ കിഷോർ പറഞ്ഞു, അവളുടെ ഒരു ബ്രില്യൻസ്, സ്വന്തം ഭാര്യയെ അധികാരം കൊടുത്ത് അവിടെ ഇരുത്തുന്നതേ വേറെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കിഷോർ, നിൻ്റെ ഈ മെൻറ്റാലിറ്റി കൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത്. ഒരു ലേഡീസും നിനക്കെതിരെ വളരുന്നത് നിനക്ക് സഹിക്കില്ല. അത് ജലസിയാണ്. സ്ത്രീകൾ മേലധികരാകുന്നതിൻ്റെ ചൊറിച്ചിൽ, നാണം കെട്ട ചൊറിച്ചിൽ മാറ്റും ഗീതാഞ്ജലി. അങ്ങനെയാണ് നിനക്ക് എന്നോടും കാണൂല അസൂയ. ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ഫ്രസ്ട്രേഷനല്ലേ നീ കാണിക്കുന്ന എതിർപ്പുകൾക്കൊക്കെ കാരണം അല്ലേ? അപ്പോഴേക്കും കിഷോർ എഴുന്നേറ്റു. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഗീതാഞ്ജലിക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സോഫ്റ്റ് കോപ്പി അയക്കണം. ഞാൻ അയച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ അയച്ചേക്കാം. കിച്ചു നേരിട്ട് ഗീതാഞ്ജലിക്ക് അയക്കേണ്ട. എന്തായാലും ഗീതാഞ്ജലിക്ക് അയക്കാനുള്ള എനിക്ക് സെൻഡ് ചെയ്ത് തരാം, ഞാൻ അയച്ചു കൊടുത്തോളാം. അതായിരിക്കും നല്ലത്. ഇതേ സമയം നമ്മുടെ ഗീതാഞ്ജലി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പെട്ടിക്ക് മുകളിൽ ഒരു പേപ്പർ കിട്ടും ഇരിപ്പുണ്ട് കേട്ടോ. ഓർഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും
അവർണിക പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ സോഫ്റ്റ് കോപ്പി ആ സമയത്ത് അയക്കുകയാണ്. എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇത് സാന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കണം. അതിനുശേഷം സാന്ദ്ര ഇത് പഠിച്ചിട്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ, അല്ലാതെ ഗീതുവിന് എന്തറിയാം? കിഷോർ ചോദിച്ചാൽ ഗീതുവിന് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഗീതുവിന് അതിന് പിന്നിൽ ആളുണ്ട് എന്ന് ഇവൻ അറിയില്ലല്ലോ. അയച്ചു കൊടുത്തിട്ട് സാന്ദ്രയെ വിളിച്ച് കാര്യം പറയുകയാണ് നമ്മുടെ ഗീതാഞ്ജലി. ആ സാന്ദ്ര, ഞാൻ പ്രോജക്റ്റ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്, വിശദമായിട്ട് ഒന്ന് നോക്കി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, അതെല്ലാം വിശദമായിട്ട് രാവിലെ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. മതി. ഓക്കെ സാന്ദ്ര, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. എന്തായാലും നമ്മുടെ ഗീതു പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇവൻ്റെ റൂമിലേക്ക് പോകുന്നത് അതൊരു വലിയൊരു പഞ്ചിങ് ഒരു പാസിങ് തന്നെയാണ് കാണിക്കുന്നത്. അവൾ ആ പെട്ടിയായിട്ട് നടന്നു പോകുന്നത് എയർപോർട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന പോലെ പെട്ടിയൊക്കെ ഊരിട്ട് പിടിച്ചുകൊണ്ട് ഗോവിന്ദിൻ്റെ ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ വരികയാണ്. ഗോവിന്ദിൻ്റെ റൂമിൻ്റെ വാതിക്ക് വന്നിട്ട് ടെക് 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 എന്നും പറഞ്ഞിട്ട് 2 കൊട്ടും കൊട്ടി. എന്നിട്ട് ആ മുറിയിലേക്ക് നമ്മുടെ ഗീതാഞ്ജലി അങ്ങോട്ട് കയറി കേട്ടോ. കഥ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു, ചാരിയിട്ടിരിക്കുമായിരുന്നു. അപ്പം ദൈവം കട്ടിലേൽ ഇരിക്കുകയാണ്. നിൽക്കുന്നത് എടി അവിടെ നിൽക്കടി എന്നും പറഞ്ഞിട്ട് ഇവൻ ഓടി വന്നപ്പോഴേക്കും പെട്ടി അങ്ങ് തള്ളിവിട്ട് അവൻ്റെ കാലിൽ പോയി. അയ്യോ, എന്തിനാടി ഇങ്ങോട്ട് വന്നതാ? എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നതാ. ഇങ്ങോട്ട് കയറിപ്പോരുത്, ഇറങ്ങു പുറത്ത്. പുറത്താക്കാൻ നോക്കിയാൽ കോടതി അലക്ഷ്യമാകും. പിന്നെ ഇറങ്ങടി എന്നും പറഞ്ഞ് മുറുക്കി പുറത്താക്കിയിട്ടോ പെട്ടി ഇവളെ. ഇത് കോടതി ഉത്തരവാണ്, ശരിക്കും കാണാൻ വേണ്ടി വലിപ്പത്തിലെടുത്തതാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം കണ്ടോ? ഈ റൂമിൽ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ എനിക്ക് സർവ്വാവകാശവുമുണ്ട് എന്ന കോടതിയുടെ ഉത്തരവാണിത്, കേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് കൈയൊക്കെ പിടിച്ച് എടുത്ത് ഇങ്ങനെ കതകിൻ്റെ അവിടെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. ഈ ഉത്തരവ് എനിക്ക് പലപ്പോഴും ആവശ്യം വരും, 1 2 അല്ല 100 കോപ്പി എടുത്തിട്ടുണ്ട്. നീ ഉത്തരവിൻ്റെ ബലത്തിൽ നീ ഇവിടെ കയറി താമസിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ആ നിമിഷം ഞാനും പുറകെ ഇറങ്ങും. വേറെ യു ഗോ, ഐ ആം ദയർ. കണ്ണേണ്ണ എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ വരും എന്ന് പറഞ്ഞ് മുടിയൊക്കെ വലിച്ചു പറിക്കട്ടെ ഗോവിന്ദ്. എന്തിനാ മുടി പറിച്ച് കളയണത്? എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ആ ലേലയെ കാശിൻ്റെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കോടതി ഉത്തരവുമായിട്ടേ ഈ റൂമിൽ ഒതുങ്ങി കഴിഞ്ഞോളാം. അല്ലെങ്കിൽ ആദ്യമേ കോടതി ഉത്തരവ് ഈ വാതിൽ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാം, അപ്പോൾ പിന്നെ ആർക്കും ചൊറിച്ചിലുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ വാതിലൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ ഒട്ടിക്കും, പിന്നെ നീ കുറേ ഒട്ടിക്കും എന്നും പറഞ്ഞിട്ട് വാതിലിനെ തടഞ്ഞിരിക്കുക. മാറങ്ങോട്ട്, കോടതി ഉത്തരവാണ്, മാറങ്ങോട്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ഒന്നും തള്ളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. കോടതി ഉത്തരവ് ഒട്ടിക്കാനുള്ള ആ ഒരു ബഹളമാണ്. രാധിക മാത്രമല്ല, വരുണും. ഈ കോടതി ഉത്തരവ് ഇവളിവിടെ ഒട്ടിക്കാൻ നോക്കുക. കണ്ണിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് നീ എന്തിനാ വലിഞ്ഞു കയറി ചെല്ലുന്നത്? പിടിച്ച് മാറ്റടാ എങ്ങോട്ടും പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനെ പിടിച്ച് മാറ്റാനായിട്ട് നമ്മുടെ വരുണിനോട് പറയുകയാണ്. വരുൺ പിടിച്ച് മാറ്റാൻ തുടങ്ങിയപ്പം എന്നോട് ബലപ്രയോഗം നടത്തിയാൽ അറിയാലോ, കോടതി സെക്ഷൻ നമ്പർ എത്രയെന്നറിയാമോ? ഞാനിപ്പോൾ ജഡ്ജിയെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾ ഫോൺ എടുത്ത് ജഡ്ജിയെ വിളിക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ തന്നെ യുവർ ഓണറിനെ വിളിക്കാൻ പോവാം. മനസ്സിലായോ? ഫാമിലി കോർട്ട് ജഡ്ജി, എൻ്റെ ഗുരു. അപ്പോഴേക്കും വരുണിൻ്റെ ആദ്യം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന അക്രമണേ ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, അവരെന്നെ മക്കളെപ്പോലെ കാണുന്നത്. ഈ രാത്രി തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വരും, നോക്കിക്കോ. രാധികയും വരുണും കൂടെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കാം. ഏത് പാതിരാത്രിക്കും ജഡ്ജി മേഡത്തെ വിളിക്കാനുള്ള അധികാരവും അനുവാദവും എനിക്ക് തന്നിട്ടുണ്ട്. വിളിക്കണോ? അപ്പോഴേക്കും അവരൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ ഗോവിന്ദനെ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആ കഥകയിൽ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചു ആ ഓർഡർ. നിയമപരമായിട്ടേ അറക്കൽ മാധവൻ നായരുടെ മകൻ ഗോവിന്ദ് മാധവൻ വിവാഹം കഴിച്ച ഗീതാഞ്ജലിക്ക് ഭർത്താവിനൊപ്പം അയാളുടെ ബെഡ്റൂമിൽ കഴിയുന്നതിന് കോടതി അനുമതി നൽകിയിരിക്കുന്നതിൻ്റെ കോപ്പിയാണിത്. മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഗീതു അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അകത്തേക്ക് കയറിപ്പോവാണ്. ഗോവിന്ദ് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. തൻ്റെ ജീവിതം അധോഗതി എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.